Hey everyone, welcome to my channel. ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കാണ്. ഐബ്രോസ് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തു. ഐഷാഡോ ബേസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പാക്കിൻ്റെ സ്പോട്ട്ലൈറ്റ് കൺസീലർ ആണ്. അതൊരു തിക്ക് കൺസീലർ ആയത് കാരണം ഞാൻ ഫിംഗേഴ്സ് യൂസ് ചെയ്താണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ബ്രോ ബോൺ ഏരിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഞാൻ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് വെച്ചിട്ട് ക്രീസിന് ജസ്റ്റ് കുറച്ച് മുകളിലായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാണ്. നെക്സ്റ്റ് ഒരു ബ്രിക്ക് റെഡ് ഐഷാഡോ എടുത്തിട്ട് ക്രീസിലും ഔട്ടർ വീലും അപ്ലൈ ചെയ്യാണ്. നെക്സ്റ്റ് ഒരു റെഡ് ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇന്നർ കോർണറിൽ നിന്ന് ഒരു 3/4 അപ്ലൈ ചെയ്യാണ്. ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തപ്പോൾ അത്ര പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഫിംഗർ യൂസ് ചെയ്ത് തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നേരത്തെ യൂസ് ചെയ്ത സെയിം ബ്രിക്ക് റെഡ് ഐഷാഡോ എടുത്തിട്ട് ഷിമ്മറി ഷെയ്ഡിൻ്റെ എഡ്ജസ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഐഷാഡോ ഫോൾ ഔട്ട് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറും ഫേഷ്യൽ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. പ്ലമ്മിൻ്റെ ഫേഷ്യൽ ഓയിൽ വന്നിട്ട് ഡ്രൈ സ്കിൻകാർക്ക് ഒരു കിടിലം ഫേഷ്യൽ ഓയിലാണ്. അണ്ടർ ഏരിയയിലും ഞാൻ സെയിം കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അണ്ടർ ഐസിൽ ലൈൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ക്രീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചിന്നൊന്ന് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് ഞാൻ അണ്ടർ ഐസ് സെറ്റ് ചെയ്യാണ്. പാക്കിൻ്റെ HD Liquid Foundation 3.0 എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രൈ സ്കിൻകാർക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഡ്യൂയി ഫിനിഷ് വരുന്ന മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ്. ഞാൻ ഒരു ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡറാണ് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് വെള്ളത്തിൽ മുക്കിയിട്ട് എക്സസ് വാട്ടർ എല്ലാം സ്ക്യൂസ് ചെയ്ത് കളഞ്ഞതിന് ശേഷമുള്ള ബ്യൂട്ടി ബ്ലെൻഡറാണ്. അതിങ്ങനെ ഒരു ബൗൺസിങ് മോഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. അണ്ടർ ഏരിയയിൽ കൺസീലർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. നേരത്തെ യൂസ് ചെയ്ത സെയിം കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് ഞാൻ ഈ ടീ സോൺ ഏരിയ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഷുഗറിൻ്റെ ഈ ഒരു ടോപ്പർ എന്ന് പറയുന്ന ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ കോണ്ടൂർ ചെയ്യാണ്. ഇതൊരു കൂൾ ടോൺ ബ്രൗൺ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ബ്രോൺസറായിട്ട് യൂസ് ചെയ്യാറില്ല. കോണ്ടൂർ ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കുറച്ച് ഓവറാക്കിയെന്ന് തോന്നുന്നുണ്ട് ഞാൻ സെയിം ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുകയാണ്. നോസും കോണ്ടൂർ ചെയ്തു, ജോ ലൈനും കോണ്ടൂർ ചെയ്ത് കൊടുത്തു. നേരത്തെ യൂസ് ചെയ്ത ബ്രിക്ക് റെഡ് ഐഷാഡോ എടുത്തിട്ട് ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. അതിനുശേഷം റെഡ് ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ കോർണറിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഷുഗറിൻ്റെ ഒരു ബ്ലാക്ക് ഐലൈനർ വെച്ചിട്ട് ഞാൻ ലോവർ വാട്ടർ ലൈനും അപ്പർ വാട്ടർ ലൈനും ഒന്ന് ലൈൻ ചെയ്യാണ്. ഈ ഒരു ഐലൈനർ സ്മഡ്ജ് ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ വേറൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ലോവർ ലാഷ് ലൈനിൽ ചേർത്ത് ഒന്ന് സ്മഡ്ജ് ചെയ്യാണ്. ഐലാഷസ് കേൾ ചെയ്തു, മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ബ്ലഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എറ്റ്യൂഡ് ഹൗസിൻ്റെ ഈ ഒരു ജെൽറ്റിൻ്റെ ആണ്. നൈക്ക ഹൈലൈറ്റർ ഡുവോ പാലറ്റിൽ ഈ ഒരു ബ്ലോണ്ട് ഗോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫൈൻലി മിൽഡ് ഹൈലൈറ്റർ ആണ്, ചങ്കി ഗ്ലിറ്റേഴ്സ് ഒന്നുമില്ല. അതിന് മെബിലിൻ്റെ ഈ ഒരു ടച്ച് ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഷെയ്ഡാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ കളർ എനിക്ക് അത് പോരാൻ തോന്നിയിട്ട് കുറച്ച് റെഡ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. ഒരു ലോ ബൺ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഓണം മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ഓണം. ബൈ.